ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ ഞാൻ ആദ്യമേ നേരുന്നു. നാം ഏവരും ക്രിസ്തുമസ് തിരുനാളിനൊരുങ്ങുന്ന ഈ വേളയിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോസേപ്പിതാവിൻ്റെയും മറിയത്തിൻ്റെയും മകനായി കാലിത്തൊഴുത്തിൽ ജനിച്ച ഉണ്ണീശോയുടെ പിറവി തിരുനാൾ നമുക്ക് ആഘോഷിക്കാം. ഈശോ മാതാപിതാക്കളെ അനുസരിച്ചുമാണ് അവിടെ ജീവിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ ആരും മാതാപിതാക്കളെ അനുസരിക്കാറില്ല. അനുസരണാശീലം നമുക്ക് എല്ലാവർക്കും വേണം. ഇന്ന് നാം ഒരുക്കുന്ന ക്രിസ്മസ് ട്രീകളും പുൽക്കൂടുകളും വിവിധ തരം നക്ഷത്രങ്ങളും നിയോൺ ബൾബുകളും വിളക്കുകളും നാം തെളിക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിനെയും നാം ഉപേക്ഷിച്ച് കളഞ്ഞാൽ നമ്മുടെ ജീവിതം അതിമനോഹരമാകും. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിനെ പിന്നാലെ പോകാതെ നാം ഈശോയുടെ പിന്നാലെ പോയി നാം ഈ ക്രിസ്മസ് അതിമനോഹരമായി ആഘോഷിക്കാം. എല്ലാ വർഷവും ഡിസംബർ 25 നാം ആഘോഷിക്കുന്ന ഈ ക്രിസ്മസ് അതിനേക്കാൾ ഏറെ മനോഹരമായി ആഘോഷിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുക, സുഹൃത്ത് ജപങ്ങൾ കാഴ്ചവെക്കുക, പുണ്യപ്രവർത്തികൾ ചെയ്യുക. ഇവ മൂന്നും ചെയ്താൽ ഈ ക്രിസ്മസ് അതിമനോഹരമായി നമുക്ക് ആഘോഷിക്കാം. മഞ്ഞ് പോലെ വെണ്മയുള്ള ഹൃദയവും പുൽക്കൂടുകൾ വിവിധ നിറം ബൾബുകളും നിറഞ്ഞ ഒരു പുൽക്കൂട് ക്രിസ്മസ് ട്രീകളും നിറഞ്ഞ് നമുക്ക് ഉണ്ണീശോയെ വരവേൽക്കാം. ഉണ്ണീശോയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന സ്വബോധം നമ്മളിൽ വളരണം. ഉണ്ണീശോയിലാണ് എൻ്റെ നന്മ എന്ന വിശ്വാസം നമ്മൾ ഏവരിലും ഉണ്ടാകണം. ഉണ്ണീശോയുടെ ഒപ്പം ചേർന്ന് ഈ ക്രിസ്തുമസ് നമുക്ക് അടിപൊളി ആഘോഷിക്കാം. ഉണ്ണീശോയോടൊപ്പം ചേർന്ന് നന്മയിൽ വളരാം. ഉണ്ണീശോയോടൊപ്പം ചേർന്ന് നമുക്ക് മാതാപിതാക്കളെ അനുസരിക്കാൻ പഠിക്കാം. ഉണ്ണീശോയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന കാര്യം നാം ഒരിക്കലും മറക്കരുത്. ഉണ്ണീശോയുടെ ഈ പിറവി തിരുനാൾ നമുക്ക് ഏവർക്കും അതിമനോഹരമായി ആഘോഷിക്കാം. അതിനുള്ള കൃപ ഈശോയോട് നാം യാചിക്കണം. ഈശോയുടെ ഈ കൃപ യാചിച്ചാൽ ഈശോ എന്തായാലും നമുക്ക് നന്മ തരും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം.